ഹലോ ഗൈസ്, അങ്ങനെ വീക്കെൻഡിൽ സിറ്റി റഷ് ഒക്കെ വിട്ടിട്ട് നേച്ചറിന്റെ മിഡിൽ ഒരു കാമായിട്ടുള്ള സ്പോട്ട് തേടുന്നവരുണ്ടെങ്കിൽ മീൻപിടി പാറ ഡെഫിനറ്റ്ലി ബക്കറ്റ് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ട പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ മീൻപിടി പാറയിലാണ്. വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു ഗ്രീനറി, നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റും കൂടെ ആയിരുന്നു. നല്ല വെള്ളമുണ്ട്, കാറ്റുണ്ട്, ആവശ്യത്തിന് വെയിലുണ്ട്. നമ്മൾ ആ ഒരു ചൂട് സമയത്താണ് പോയതിന്റെ മെയിൻ കാരണം ആ ചൂട് തന്നെയായിരുന്നു. വീട്ടിലിരിക്കാൻ വയ്യാത്ത ആ ഒരു അവസ്ഥയിലാണ് നമ്മളിങ്ങനെ പല പല സ്പോട്ടുകൾ അന്വേഷിച്ച് അവസാനം നമ്മൾ മീൻപിടിപ്പാറയിലെത്തിയത്. അവിടേക്ക് വന്ന് അതിന്റെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ആർച്ചാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രം കണ്ടുപിടിച്ച ഒരു സ്ഥലമാണെന്ന്. അല്ല, നല്ല ഒരു സ്ഥലം. അവിടെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്. കണ്ടാൽ വേറെ ഏതോ രാജ്യത്തൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ആ ഒരു ബ്രിഡ്ജിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ മോളൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അവളുമായി ചേർന്ന് കുറെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. അവൾ ഭയങ്കര ക്യാമറയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ രീതിയിലൊക്കെ നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ വന്നത് ജസ്റ്റ് ഒരു ചൂടൊക്കെ ഒന്ന് മാറി പുറത്തോട്ടൊക്കെ ഒന്ന് പോവുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വന്ന പാടെ നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടി കയറി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ പോകുമ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു പുഴ അല്ലെങ്കിൽ ആ മീൻപിടിപ്പാറ, ആ സംഭവം അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊന്നും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സെൽഫി, വീഡിയോ, നടത്തം, കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഭംഗിയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മോളൂട്ടി ക്രോസ് ആയിട്ട് ഇങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ കല്ലിൻ്റെ ഇടയിൽ കൂടി ഈ വെള്ളം പോകുന്ന ആ ഒരു കാഴ്ച, അതിൻ്റെ ഒത്ത നടുക്ക് ഒരു ബ്രിഡ്ജ്, അത് കാണാൻ തന്നെ ഭയങ്കര മനോഹരമായിട്ടുണ്ടായിരുന്നു. വേറെ ഏതോ സ്ഥലത്ത് ഉള്ള പോലെ ഉണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ചെറിയ ഒരു പാർക്കിലേക്കാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് റേറ്റ് വെറും 20 രൂപ മാത്രമാണ് ഒരാൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പേര് അതായത് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാനും മോളൂട്ടിയായിരുന്നു, പിന്നെ അമ്മമാർ രണ്ടുപേരും കയറി. പിന്നെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയി. ഞാനും സാന്റുവേട്ടനും അങ്ങനെ നമ്മൾ ഊഞ്ഞാലാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ തല ഇറങ്ങും, കാരണം പ്രായം കൂടി വരികയാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകൾ വേറെയും ഉണ്ടായിരുന്നു. 2 മാനുകൾ പരസ്പരം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ കുറച്ച് നല്ല ഓരോ സ്പോട്ടുകളും ഇങ്ങനെ കുറച്ച് സ്റ്റാറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ ഫോട്ടോയും എടുത്ത ആ ഒരു പാലത്തിൽ കൂടെ ഒരുപാട് പേര് അതുവഴി പോകുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല കാഴ്ചകളുണ്ട്. ആ ഒരു അരുവിയും അത് പോകുന്ന സ്ഥലവും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ആ ഒരു വരിപ്പാതയുടെ ഇരുവശത്തും ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ആ ഒരു അരുവിയുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് കിടക്കുന്നു അടുത്തൊരു ചെറിയ പാർക്ക്. അങ്ങനെ അത് നമ്മൾ കയറി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സിന് ആ ഒരു പ്രായം വരെയുള്ള കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ അരുവിയിലൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ആരും കാണാതെ എൻ്റെ അമ്മായിയമ്മ ഒരു കുതിരപ്പുറത്ത് കയറി ഇരിപ്പുണ്ട്. ക്യാമറ നിരീക്ഷണത്തിലാണ് അവിടെ എല്ലാ സ്ഥലവും. എന്നാലും നമ്മൾ വെറുതെ ഒരു എൻജോയ്മെന്റ്. അങ്ങനെ നമ്മൾ ഈ ഒരു അരുവിയുടെ സൈഡിൽ കൂടെയുള്ള ആ വരിപ്പാതയിലൂടെ ഞാനും മോളൂട്ടി, സാന്റുവേട്ടൻ, ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊരു അന്തമില്ല അവസാനമില്ല എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തൊന്നും തന്നെ നമുക്ക് അരുവിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയില്ല ഗൈസ്. നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു ചെറിയ ഒരു വഴി. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ടുള്ളത് ഈ അരുവിയിലേക്ക് ഇറങ്ങാൻ. ബാക്കി ഫുള്ളും ആ ഒരു കമ്പിവേലി അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ ധൈര്യം സംഭരിച്ച് ഞാൻ ആ അരുവിയിലേക്ക് ഇറങ്ങി. എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു, കാരണം വെയിലാണ്. ഈ ഒരു വേനൽ മഴയത്ത് ആ ഒരു സമയത്ത് പാമ്പൊക്കെ ഇറങ്ങാനുള്ള ഒരു സീസണാണ്. എന്നാലും ഞാനും മോളൂട്ടിയൊക്കെ അവിടെ കയറിയിരുന്ന് കാലൊക്കെ ഇട്ടടിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആ വെയിൽ നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ചൂട് സമയമാണ്. ഒരു 2-3 മണി ടൈമാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പും നല്ല തണലും ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങളും കണ്ടുപിടിച്ച് ഒരു പാറയുടെ ഒരു സ്പോട്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ 3 പേരും. അങ്ങനെ എൻ്റെ അമ്മ വന്നു, എൻ്റെ അമ്മ വന്നു. അങ്ങനെ എല്ലാവരും കൂടി ആ സ്പോട്ടിലേക്ക് വന്നു. നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഒരു സായാഹ്നം എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കാൻ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. ഇവിടെ ഓരോ അരുവിയുടെ ഓരോ കല്ലിന്റെ ഭാഗത്ത് ഓരോ കൂട്ടം ജനങ്ങൾ എന്ന് വെച്ചാൽ ആൾക്കാർ, ഓരോ ഫാമിലീസ് ഉണ്ട്. അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഭാഗത്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കല്ലിന്റെ ഭാഗത്താണ് അടുത്ത ആൾക്കാർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ് ആ ഒരു ബ്രിഡ്ജിന്റെ അടുത്തേക്ക്. ഇവിടെ ഏറ്റവും അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും ഈ ഒരു ബ്രിഡ്ജ് തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഇരുന്നും കിടന്നും ഒക്കെ അവിടെ മാക്സിമം ആ ഒരു സ്പോട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ മീൻപിടിപ്പാറയുടെ ആ ഒരു സ്ഥലമാണ്.
അവിടെ ഒരുപാട് പേര് ഈ ഹാപ്പി ലാൻഡിലെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന കണക്കാണ് കിടക്കുന്നത്. കുറച്ച് ചെളിവെള്ളം അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. ആ ഒരു ചെളിവെള്ളത്തിലൊക്കെ കിടന്ന എങ്ങനെയാണ് എന്നുള്ള ഒരു ആരോഗ്യ പ്രശ്നം, ഒരു കോൺഷ്യസ്നെസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. ശരിക്കും അവർ ആ വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യുന്ന കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. എന്നാലും നമ്മൾ കരയിലിരുന്ന് അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മോളൂട്ടി തകർത്തിരുന്ന വീഡിയോയും ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. മോളൂട്ടിയുടെയും എന്റെയും അമ്മയുടെയും എല്ലാം ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ ചൂടിൽ നിന്നും ഈ ഒരു വെള്ളം കാണുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഈ ചെളി വെള്ളത്തിൽ ഇവർ എങ്ങനെയാണ് ഈ കിടക്കുന്നത് എന്ന് ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങി പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആ ഒരു സ്റ്റെപ്പിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല തെന്നലുള്ള ഒരു ഭാഗമാണ്. അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മന്ദഹാസത്തോടെ അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്ത നടുക്കായിട്ട് നമ്മുടെ ആ ഒരു വലിയ മീനെ നമുക്ക് കാണാം. അതാണ് മീൻപിടിപ്പാറയുടെ സ്പോട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം അത്ര ഒഴുക്കൊന്നും ഇല്ല, ആ ഒരു അഴുക്കൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ വെറുതെ നമ്മുടെ ആരോഗ്യം കേടാക്കണ്ട എന്ന് കരുതി നമ്മൾ നോക്കുന്നു. കാരണം നോക്കുമ്പോൾ ഒരു ചെളി വെള്ളത്തിന്റെ ആ ഒരു ഇത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതുമ്പോൾ നോക്കൂ, എന്നെയല്ലേ നിങ്ങൾ അവിടെ കാണുന്നത് കുമ്പിടിയായിട്ട്. നമ്മൾ ആ ഒരു കയറ് പൊക്കി വീണ്ടും ആ പാറയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങണ്ട എന്നുണ്ട്, എന്നാൽ ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ കാലിട്ടടിച്ച് ഇങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിരനിരയായിട്ട് ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ അവിടെ നിന്ന് കുളിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എടുത്ത് ചാടണമെന്ന് തോന്നും. പക്ഷേ ഇല്ല, നമ്മൾ ചാടില്ല. ആ ഒരു ഭാഗം, അതായത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല വൃത്തിയുണ്ട്, ആ വെള്ളത്തിന് ഒഴുക്കുമുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അപ്പുറത്തെ സൈഡ് പോവരുത്, അവിടെ ചെളിവെള്ളമാണ്, അവിടെ ഒഴുക്കുമില്ല, അതുകൊണ്ട് ഈ സ്ഥലത്ത് വന്ന് വേണം നിങ്ങൾ എൻജോയ് ചെയ്യാനെന്ന് അവിടെ നിൽക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ പ്രായമുള്ള അമ്മമാര് തൊട്ട് ഒട്ടുമേ പ്രായമില്ലാത്ത കൈക്കുഞ്ഞ് വരെ ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൊട്ടാരക്കര ഭാഗത്തുള്ളവരുടെ സ്ഥിരം സ്പോട്ടാണിത്. എവിടെ പോയാലും വെള്ളം കാണുമ്പോൾ എടുത്ത് ചാടാനുള്ള എൻ്റെ ഈ ടെൻഡൻസി ഇത് എവിടെ നിന്ന് വന്നു എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മ ഇപ്പോഴാണ് ഞാൻ ഈ രീതിയിൽ കാണുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എനിക്കിത് പാരമ്പര്യമായി കിട്ടിയതാണെന്ന്. അങ്ങനെ എൻ്റെ അമ്മയും അമ്മായിയമ്മ എല്ലാവരും കൂടെ ചേർന്നിട്ട് മീനിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു മീനാണത്. പക്ഷേ അവിടെ മീനുണ്ടോ എന്ന് ചോദിച്ചാൽ നിറച്ച മീനുണ്ട്, തോട്ടിലെ മീനാണെന്ന് മാത്രം. ആ ഒരു സൈസ് ഓഫ് മീനാണ് അവിടെ ഞാൻ കണ്ടത്. അതല്ലാതെ വെറൈറ്റി മീനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ഒരു സ്ഥലത്തിന് മീൻപിടിപ്പാറ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് എന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ 1 lakh ആയതിന്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ കൂടിയായിരുന്നു നമ്മൾ അന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ചെറിയ ട്രിപ്പും ഈ ഒരു ഫുഡ് അടിയും കൂടി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ മെനു കാർഡ് വന്നു. നമ്മൾ മാഷ് ബി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ അങ്ങനെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടി ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അൽഫാം മന്തി ആൻഡ് ബ്രോസ്റ്റഡ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ്. അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്ത് നമ്മളെല്ലാവരും ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഫോണൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ ആ മീൻപിടിപ്പാറ പോയ സ്ഥലത്തൊന്നും നമ്മൾ ഫോൺ ഇങ്ങനെ ഇരുന്ന് നോക്കുകയൊന്നും ചെയ്തില്ല, വെള്ളത്തിൽ കളിയായിരുന്നല്ലോ ഫുള്ളും. അപ്പോൾ അവിടെ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ബാത്റൂമൊക്കെ ഉണ്ട്, ഡ്രസ്സ് മാറ്റാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരു ഡ്രസ്സ് കൂടെ കരുതുക. അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡ് നമ്മൾ വയറ് നിറച്ച് കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഒരു സൺഡേ ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.